പിയാസുനിൽ ഡൽഹിയിൽ നിന്നുള്ള പൾസ് എങ്ങനെയാണ്? അവിടെ ഡൽഹി BJP ആസ്ഥാനത്തുമൊക്കെ ആഘോഷങ്ങൾ തുടങ്ങുമല്ലോ. വൈകുന്നേരം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉണ്ടാവും അല്ലേ? പഴയതുപോലെ നിതീഷ് കുമാർ ഹീറോ, മോദിയും ഹീറോ. മോദിയുടെ തന്ത്രവും ഫലിച്ചു, നിതീഷിന്റെ തന്ത്രവും ഫലിച്ചു. മോദി മന്ത്ര, നിതീഷ് തന്ത്ര. ഉറപ്പായും വൈകിട്ടായിരിക്കും BJPയുടെ ആഘോഷം നടക്കുക. വൈകിട്ട് BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. പിന്നീട് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഏതായാലും ബീഹാറിലെ ഈ വിജയം BJPയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഹരിയാനയ്ക്ക് ശേഷം, മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഇപ്പോൾ ബീഹാറിൽ കൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയാണ്. അതും വലിയ രാഷ്ട്രീയ പ്രചരണം, പ്രതിപക്ഷം വോട്ട് ചോരിയൊക്കെ ഉയർത്തി നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ബീഹാറിൽ ഇപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് വലിയ നേട്ടം BJP കൊയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു വലിയ ആഘോഷം BJP ആസ്ഥാനത്തുണ്ടാകും. ഇന്ന് വൈകിട്ട് 6 മണിക്കായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തേക്ക് എത്തുക. പിന്നീട് അവിടെ ആഘോഷ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുണ്ടാകും. ഏതായാലും ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന വിജയം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഡിസംബർ 1-ാം തീയതിയൊക്കെ. അപ്പോൾ പ്രതിപക്ഷം SAR ഒക്കെ തന്നെ ഉയർത്തി വലിയ പ്രതിഷേധത്തിന് ഇനി തയ്യാറെടുക്കുമായിരിക്കും. പക്ഷേ ഈ വിജയം തീർച്ചയായും BJPയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് നേരെ നീങ്ങാനുള്ള വലിയ കരുത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ബീഹാറിൽ ഇത്രയൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന് മഹാസഖ്യം പ്രതീക്ഷിച്ചിട്ട് പോലും അതൊന്നും സംഭവിച്ചില്ല. സ്ത്രീകളുടെ വോട്ടും അതുപോലെ തന്നെ സൈലന്റ് വോട്ടും ഒക്കെ തന്നെ BJPക്ക് വലിയ അനുകൂലമായി, NDA സഖ്യത്തിന് വലിയ അനുകൂലമായി. JDU കൂടുതൽ കരുത്ത് തെളിയിച്ച് വരികയും ചെയ്തു. അപ്പോൾ നിതീഷ് കുമാർ തന്നെയായിരിക്കും ബീഹാറിൽ ഇനി മുഖ്യമന്ത്രിയായി വരിക എന്ന കാര്യത്തിലും ഇനി യാതൊരു തർക്കവുമില്ല. നിതീഷ് കുമാറിനെ മാറ്റിവെച്ചുകൊണ്ട് ഇനി ഒരു തീരുമാനത്തിലേക്ക് BJPക്ക് പോകാൻ കഴിയുകയുമില്ല. ഏതായാലും BJP മുഖ്യമന്ത്രിയാകുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവായെങ്കിലും തേജസ്വിക്ക് വരാൻ കഴിയുമോ? ഇപ്പോൾ 5000 വോട്ടുകൾക്കാണ് സ്വന്തം കുടുംബത്തിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള രാഘോപൂരിൽ തേജസ്വി പിന്നോട്ട് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും മറികടന്ന് മുന്നോട്ടെത്താൻ തേജസ്വിക്ക് കഴിയാത്തത് ഒരു സൂചനയല്ലേ? പ്രതിപക്ഷ നേതാവായി ആരെ ഉയർത്തിക്കാട്ടും? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ തേജസ്വിക്ക് വരെ നഷ്ടപ്പെടുകയല്ലേ? തീർച്ചയായും രാഘോപൂർ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ അനുസരിച്ച് 106 വോട്ടിനാണ് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നത്. BJPയുടെ സതീഷ് കുമാർ 106 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തേജസ്വി പരാജയപ്പെട്ടാൽ അത് വലിയ പ്രഹരം തന്നെയായിരിക്കും RJDയെ സംബന്ധിച്ച്. തേജസ്വി വിജയിക്കുകയാണെങ്കിൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യ പ്രതിപക്ഷ നേതാവാവുക. ഏതായാലും BJP ഇപ്പോൾ IT സെൽ കൺവീനർ അമിത് മാളവിയുടെ ഒരു ട്വീറ്റ് വളരെ രസകരമാണ്. എക്സിൽ വന്നിട്ടുള്ള പോസ്റ്റ് എന്നത് രാഹുൽ ഗാന്ധിയുടെ 95ാമത്തെ പരാജയമാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്ന ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇന്ത്യ മാപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വർഷമൊക്കെ എഴുതി അമിത് മാളവിയ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ 95ാമത്തെ തെരഞ്ഞെടുപ്പ് പരാജയമാണ് എന്നതാണ്. അപ്പോൾ BJP ക്യാമ്പുകളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ കോൺഗ്രസ് നേരിടുക എന്നത് ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്